തണുപ്പത്ത് ഉറങ്ങുന്നൊരു സുഖം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. രാവിലെ 5:30 എഴുന്നേറ്റ് അങ്കുവിനെ സ്കൂളിൽ വിട്ട് 7 മണി കഴിഞ്ഞ് വീണ്ടും കിടന്നതാട്ടോ. ഇപ്പൊ എല്ലാവരുടെ ഹീറ്റർ ഇട്ട് തുടങ്ങിയോണ്ട് നമുക്ക് സോക്സും തൊപ്പിയൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യാത്ത സമയത്ത് ഈ സോക്സും തൊപ്പിയുടെ ഒക്കെ ആവശ്യം, കാരണം ആ സമയത്ത് നല്ല പ്രൊട്ടക്ഷൻ വേണം. നമ്മൾ ഈ വർഷം വാങ്ങിച്ച നമ്മുടെ പുതിയ ഹാവൽസിന്റെ ഹീറ്റർ അത് നമ്മുടെ റൂമിലാണ് കൊണ്ടുവച്ചേട്ടോ. ഫ്രണ്ടിലും അമ്മയുടെ റൂമിലും ഒക്കെ വേറെ കുഞ്ഞു ഹീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിലെല്ലാം ഒരു ചൂടായതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇപ്പം നടക്കാം. അങ്ങനെ ഇനി ഫ്രഷ് ആയിട്ടൊന്ന് കിച്ചണിലേക്ക് പോകണം. ഞാൻ എൻ്റെതായ റെസിപ്പീസ് കാണിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ ഇന്ന് ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ട് 2 ഈസി റെസിപ്പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതെ, ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി വന്ന ചോറ് വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള, ഒരു വലിയ സവാളയായിരുന്നു, അത് ഈ രീതിയിൽ അരിഞ്ഞിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി സവാളയൊന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ അതേ നമ്മുടെ ചോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലേവറിനായിട്ട് വേണമെങ്കിൽ മല്ലിയിലയും പുതിനയിലയും എന്ത് വേണമെങ്കിലും ഇടാം. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഫ്രൈ ആയി എല്ലാം പിടിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം പിന്നെ സെർവ് ചെയ്യാൻ നേരം നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കറി ഒന്നും ആവശ്യമില്ല ഇതിന് കേട്ടോ. സിമ്പിളായിട്ട് ഒരു ഓണിയൻ റൈസ് കുഞ്ഞുങ്ങളുടെ ടിഫിനിലും ഒക്കെ വെച്ച് കൊടുക്കാം. പിന്നെന്താ, ചൂടായാലും തണുപ്പായാലും വെയിലായാലും മഴയായാലും നമുക്കായി കുറച്ച് സ്പേസ് ഒന്ന് സമാധാനമായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ഏശത്തില്ല. കുറച്ച് സെൽഫ് ലവ് എന്ന് നമ്മൾ പറയത്തില്ലേ. ഞാനൊരു വലിയ ടീ ലവറാണ്. ഒത്തിരി വ്ലോഗുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് വരുമ്പോൾ ചായ ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്നൊരു ചായ ഇട്ട് നമ്മുടെ റിസ്ക്കുമായിട്ട് കഴിക്കാം കേട്ടോ. വിൻറ്റേഴ്സിൽ ഇതൊരു സംഭവം തന്നെ അല്ലേ. പിന്നെ രാക്കെ മുംബൈയിൽ പോയേക്ക് കേട്ടോ. സൺഡേ പോയിട്ട് 3 ദിവസത്തേക്കാണ് പോയേക്കുന്നത്. അമ്മ ഇവിടെ തണുപ്പൊക്കെ അടിച്ച് കറങ്ങി ഇരിപ്പുണ്ട്. അങ്കു സ്കൂളിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഫിസിയോതെറപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ നെഞ്ചിനൊരു വേദന പോലെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് അതങ്ങ് നിർത്തിയിട്ടോ. ഇപ്പോൾ സ്വന്തമായിട്ട് എന്തോ എണ്ണയൊക്കെ ഇട്ട് തടവിയിട്ട് എന്തോ ബാൻഡേഡൊക്കെ ഞാൻ ചുറ്റി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ആശാട്ടി ഇപ്പം നിൽക്കുന്നത്. ഈ തണുപ്പിൻ്റെ ആന്നേ ഡോക്ടർ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഷോൾഡർ ലോക്ക് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. അത് തന്നെ പോകണം. നമ്മൾ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ട്രീറ്റ് ചെയ്താലും അത് കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ടേ. പിന്നെ കുറച്ച് ചൂട് കൊടുക്കുമ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് കേട്ടോ. കപ്പക്കിഴങ്ങ് ഞങ്ങളുടെ അങ്ങോട്ട് പറയാം. സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, അത് അമ്മയുടെ ഫേവറേറ്റാണ്. അത് അമ്മ പുഴുങ്ങി ഇട്ടിട്ടുണ്ട്. ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ തൊലി നമ്മൾ ഒരിക്കലും കളഞ്ഞിട്ട് പുഴുങ്ങരുത് കേട്ടോ. ഈ ബീറ്റാ കരോട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതങ്ങനെ തന്നെ നിന്നാലേ അതിൻ്റെ ഒരു നമുക്കെന്താ ഗുണം കിട്ടത്തുള്ളൂ. ഇത് ആവി പറക്കുന്ന നല്ല സൂപ്പർ കപ്പക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് റെഡി. പിന്നെ നിങ്ങളുടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ എന്തായി? ഡിസംബർ മാസം ആയി, നമ്മുടെ ഈ വർഷം കഴിയാറായി. രാക്കെ വന്നിട്ടേ ഞങ്ങൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയർ ആയിരുന്നേ. നമ്മുടെ അടുത്ത ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള റെസിപ്പിക്കായിട്ട് ഞാൻ ആ ലെഫ്റ്റ് ഓവർ റൈസ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പാല് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തു. കുക്കർ അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലുകൊണ്ട് ഒന്നും കൂടെ വെന്ത് കിട്ടും. ഓൾറെഡി വേവിച്ച ചോറാണല്ലോ. അപ്പോൾ പിന്നെ ആവിയൊക്കെ മാറി കുക്കർ തുറന്നിട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പിന്നെ പഞ്ചസാരയല്ല ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ട്, നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ഉള്ളത്. അപ്പോൾ അത് മധുരത്തിന് ആവശ്യം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ എപ്പോഴും ഈ കണ്ടൻസ് മിൽക്ക് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാനത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുവേ. അപ്പോൾ അത് ആവശ്യത്തിന് മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു നിറവും ഒരു മണവും കിട്ടുവേ. പാൽ നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മുടെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കി ഒന്ന് കുറുക്കി അങ്ങ് എടുക്കാം. ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് ഓവർ റൈസ് കളയും വേണ്ട. നമുക്കൊരു നല്ലൊരു ഖീറായിട്ടോ പാൽക്കഞ്ഞിയോ പാൽപ്പായസോ എന്ത് വേണമെങ്കിലും ആയിട്ട് കഴിക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതേ ഒഴിച്ചിട്ട് ആദ്യം അമ്മയ്ക്ക് തന്നെ കൊണ്ടുകൊടുക്കുക. സംഭവം സെറ്റായിട്ടുണ്ടേ. ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ജോലി ചെയ്യുക, വീണ്ടും ഓടി വന്ന് ദേ ഇങ്ങനെ ഒറ്റ കിടപ്പ്. ഈ സുഖം ഉണ്ടല്ലോ എനിക്ക് പറയാൻ വയ്യേ. ഇങ്ങനെ മൂടിപ്പൊതച്ചം കിടക്കുക. എഴുന്നേറ്റപ്പോൾ അമ്മ കുറച്ച് പഴം വരട്ടിയത് കൊണ്ടുവന്ന് കേട്ടോ. നെയ്യിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് വിളയിച്ചെടുത്തതാ. ചൂടത്തെ പോലല്ല, തണുപ്പത്ത് നമ്മൾ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ കഴിക്കണം. എന്നാലേ നമുക്ക് ആ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കിട്ടത്തുള്ളൂ. അത് നമ്മളിവിടെ ജനിച്ചൊന്നും വളർന്നതല്ലല്ലോ. ശരിക്കും ഇവിടെയുള്ളവർ ഈ സമയത്ത് നന്നായി നെയ്യ് കഴിക്കും കേട്ടോ. രാക്കെ സൺഡേ മുംബൈയിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സൺഡേ രാവിലത്തെ വിശേഷം അതേ വെട്ടിയും കാര്യങ്ങളൊക്കെ അടുക്കിയിട്ട് രാക്കെ റെഡി ആയപ്പോഴത്തേക്ക് വണ്ടി വന്നു. രാക്കെ ജാക്കറ്റൊന്നും ഇടാതെയാണ് പോകാൻ പോകുന്നത്. കാരണം മുംബൈയിൽ അത്ര തണുപ്പൊന്നും ഇല്ലല്ലോ. നോർമൽ നമ്മുടെ കേരളത്തിലെ പോലത്തെ ഓൾമോസ്റ്റ് ക്ലൈമറ്റ് തന്നെയാണല്ലോ അവിടെ.
സൺഡേ ആയതുകൊണ്ട് അങ്കൂനും സ്കൂളിലായിരുന്നു. അവനും കറങ്ങി ചുറ്റിയൊക്കെ നിൽപ്പുണ്ടേ എപ്പോൾ വെച്ചാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു കാറ്റുണ്ടേ, ചെറിയൊരു വെട്ടം പോലുള്ളൊരു വെയിലേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ദീദി തണുപ്പ് തുടങ്ങിയപ്പോൾ ഇവിടുന്ന് പോയതാണ്. അവർ ഗുജറാത്തീസ് ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതുവരെ തിരിച്ച് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ വേറെ മുകളിലുള്ളവരുടെയൊക്കെ തുണിയൊക്കെയാണ്. നമുക്ക് പിന്നെ നമ്മുടെ 2 ബാൽക്കണിയിലും നല്ല ഒരുവിധം വെയിൽ കിട്ടും. പുറത്തിരുന്നതിനെക്കാട്ടി അവിടെ കിടന്ന ഒരുവിധം ഉണങ്ങി കിട്ടും. പിന്നെ നമ്മുടെ മഴക്കാലത്തെ പോലെ അല്ല കേട്ടോ തണുപ്പ് കാലം, തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഡ്രൈ ആണല്ലോ ക്ലൈമറ്റ്. അഥവാ ഉണങ്ങില്ല എന്നുണ്ടെങ്കിൽ അകത്ത് നമ്മുടെ റൂം ഹീറ്ററിന്റെ അടുത്തോട്ട് വെച്ചാൽ മതി. സ്മെല്ലും കാര്യങ്ങളൊന്നും മഴക്കാലത്തെ പോലെ വരത്തില്ല കേട്ടോ. അങ്ങനെ രാഖ ഇറങ്ങി. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ രാഖി ഗുഡ്ഗാവിൽ പോയ കാര്യം പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ചിക്കനും മട്ടണും മീനും ഒക്കെ വാങ്ങി തന്നിട്ടാണ് പോയത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും അവിടെ മീൻ കിട്ടത്തില്ലേ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറാണ്. അത് ഞങ്ങൾ കഴിക്കാറില്ല, അതിൻ്റെ സ്മെല്ല് അത്ര നമുക്ക് പിടിക്കത്തില്ല. പിന്നെ അല്ലാതെ വാങ്ങുന്ന മീൻ ഇത് നെമ്മീനാണ്, സുർമയെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ടേസ്റ്റേ ഇല്ല. നമ്മളിൽ ഫ്രഷ് മീൻ കഴിച്ചിട്ട് അത്ര പിടിക്കത്തില്ല. എങ്കിലും അമ്മ അതേ പെരട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മട്ടനും ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ, പ്രത്യേകിച്ച് മട്ടൻ. പിന്നെ ഇത് മുരിങ്ങപ്പൂവാണ്. നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പോയി മുരിങ്ങ വെട്ടിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നില്ല. അത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കക്കപ്പ വെള്ളത്തിയിട്ടിട്ടുണ്ട്, നമുക്ക് മീൻകറി വെച്ചിട്ട് അതിനൂടെ കഴിക്കാമല്ലോ വെച്ചിട്ട്. ഇത് നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ തോരനായത് കേട്ടോ. അമ്മ പെട്ടെന്ന് അതങ്ങ് റെഡിയാക്കി എടുത്തു. ഇതൊക്കെ നല്ല ഗുണമുള്ള സംഭവമല്ലേ. പിന്നെ ഉണക്കക്കപ്പ നന്നായിട്ട് കൂർന്ന് കിട്ടിയിട്ട് ഇനി അതൊന്ന് ഉടച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. മീൻകറിക്കുള്ള അരപ്പും ദേ ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രൈ ആണ്, അങ്കൂര് മാത്രം. ഞങ്ങൾക്ക് ഫ്രൈ വേണ്ട, ഞങ്ങൾക്ക് ആ കറിയും കപ്പയും മാത്രമായാലും മതി. അങ്ങനെ ഇന്ന് കുറച്ച് ലാവിഷായിട്ട് തന്നെയാണ്. അമ്മ പക്ഷേ ഈ മീനിൻ്റെ പോലും നോക്കത്തില്ല കേട്ടോ. അമ്മയ്ക്ക് ഇഞ്ചി ഉള്ളിയുടെയും കറി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് ചൂടാക്കി കഴിക്കത്തേ ഉള്ളൂ. മീനൊന്നും അമ്മയ്ക്ക് വേണ്ട പറഞ്ഞു. പിന്നെ പപ്പടവും കാച്ചി അമ്മയ്ക്ക് അത് മതി. ഉണക്കക്കപ്പ ഇഷ്ടമാണ്. അതേ ഉണക്കക്കപ്പയും പിന്നെ ഫിഷും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്കൂന് വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് വെച്ചതാണ്. കുറച്ചേ വെച്ചുള്ളൂ, എനിക്കും അമ്മയ്ക്കും മതിയല്ലോ. അങ്കൂനി ഉണക്കക്കപ്പ അത്ര വലിയ പ്രിയമില്ലെങ്കിലും കുറച്ച് അവനും കൊടുക്കാം, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇത് എത്ര വെച്ചാലും തീരും. ഒരുപാടായാലും അമൃത് വിഷം എന്ന് പറയുന്നതല്ലേ, നമ്മൾ ആവശ്യത്തിന് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. നമ്മുടെ മീൻകറി നാട്ടിലെ ആ ഒരു സ്റ്റൈലും സെറ്റപ്പും ഒന്നും ഇനി എത്ര നമ്മൾ ശ്രമിച്ചാലും ഇവിടെ ആ മീൻകറിക്ക് കിട്ടത്തില്ല. ഇത് ബോൺലെസ് ആയിട്ടുള്ള മീനായിരുന്നു, അതായത് മുള്ളില്ലാതെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കിട്ടത്തില്ലെന്നേ. എനിക്ക് അത് അത്ര പിടിക്കത്തില്ല കേട്ടോ, സ്മെല്ല് പോലും ഇവിടുത്തെ. നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ. രാത്രിയായപ്പോൾ ഞാനും അങ്കു അമ്മയും കൂടെ നടക്കാൻ ഇറങ്ങി. അമ്മ ഞങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ട് പോവാന്ന് പറയാം. അങ്കു പിന്നെ അമ്മയുടെ കൂടെ പോയി, എനിക്കാ മടി. ഞങ്ങൾ നിഴൽ നോക്കി പോവുക. അപ്പുറത്ത് ക്രിക്കറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ 7:12, 8 ഡിഗ്രി. അങ്കു വെൽ പാക്ഡ് ആയിട്ട് ഇറങ്ങുക. അവൻ പോകുന്നതുണ്ടോ, അവന് നല്ല ഉറക്കപ്പിച്ചുണ്ട്. പക്ഷെ ഞാൻ സ്കൂളിൽ വിടും കേട്ടോ, കാരണം വെറുതെ ഉള്ള അറ്റൻഡൻസ് കളയണ്ടല്ലോ വെച്ചിട്ട് മാക്സിമം വിടാവുന്ന ദിവസങ്ങളിലെല്ലാം വിടും. പിന്നെ കൂടുതൽ തണുപ്പൊക്കെ അഥവാ ഗവൺമെൻറ് അവധി കൊടുത്തില്ലെങ്കിൽ വിടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വിടുന്നത്. ഇപ്പം നമുക്ക് താങ്ങാവുന്ന തണുപ്പല്ലേ ഉള്ളൂ. പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. നമ്മളകത്ത് ഞാൻ പറഞ്ഞില്ല റൂം ഹീറ്റേഴ്സൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ടിപ്പോൾ പ്രശ്നം വരത്തില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ഇവിടെ ജനിച്ച് വളരുന്നവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വരും. അമ്മ ദേ തൊപ്പിയൊക്കെ വെച്ച് അവനെ നോക്കാൻ പോവുക. ഇന്നിപ്പോൾ ഒരു കുട്ടി വ്ലോഗായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായില്ലേ ഈ രീതിയിൽ ഞാൻ എൻ്റേതായ ഒരു റൂട്ടീനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു വിൻ്റർ സ്പെഷ്യൽ റൂട്ടീൻ കാണിച്ചത്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.